ഹലോ, സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ, പ്രണയ. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് ടൗണിലാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഓരോരുത്തരോട് ചോദിക്കാനുണ്ട്. അപ്പോൾ അവരുടെ ഉത്തരങ്ങളൊക്കെ എന്താണെന്ന് കേൾക്കാം. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രണയത്തെ കുറിച്ച് എന്താ അഭിപ്രായം? പ്രണയം നല്ലതാണ്, ഉള്ളവർക്ക് നല്ലതാണ്. പ്രണയിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ പ്രണയിച്ചിട്ടില്ല. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ആ, ശരി. എന്താ അഭിപ്രായം? പ്രണയം മനോഹരമാണ്. ഉറക്കം പറഞ്ഞ കുഴപ്പമില്ല. മനോഹരമാണ്. ആണോ? പ്രണയം ഉണ്ടോ? ഇല്ല. പ്രണയിക്കാൻ ആഗ്രഹമില്ലേ? ആളെ കിട്ടിയില്ല. ഇല്ല. എവിടെയോ? ഓക്കെ, താങ്ക് യു. പേരെങ്ങനെയാ? രാഹുൽ. എവിടെ സ്ഥലം? മലപ്പുറം. ഇന്നിപ്പോ വാലന്റൈൻസ് ഡേ ആണല്ലോ. അപ്പം പ്രണയത്തെ കുറിച്ച് എന്താ അഭിപ്രായം? പ്രണയത്തിൽ നല്ല മികച്ചൊരു അഭിപ്രായം തന്നെയാണ്. എല്ലാവരും പ്രണയിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എത്ര പേരെ പ്രണയിക്കുന്നുണ്ട്? എത്ര മരിക്കുന്നവരെ പ്രണയിക്കാം, അങ്ങനെയില്ല. ആണല്ലേ? എത്ര പേരും പ്രണയിക്കാം? പ്രണയിക്കുന്ന സമയം കാര്യമൊന്നും ഇല്ല. അടിപൊളിയാണ്. ഇന്നിപ്പോ വാലന്റൈൻസ് ഡേ ആണല്ലോ. അപ്പൊ പ്രണയം ഉണ്ടോ? ഇപ്പൊ പ്രണയിക്കുന്നുണ്ട്. ഇന്നെന്താ ഗിഫ്റ്റ് കൊടുത്ത ആൾക്ക്? ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടോ? ഇല്ല, ഹസ്ബൻഡിനാണ്. അവര് നാട്ടിലാണ്. ഓ, ഹസ്ബൻഡിനെ പ്രണയിച്ചോണ്ടിരിക്കുകയാണ്. രാവിലെ വിഷ് ചെയ്തോ? ഇങ്ങോട്ട് വിഷ് ചെയ്തോ? കഴിഞ്ഞ വർഷം ഗിഫ്റ്റ് കിട്ടിയായിരുന്നോ? കിട്ടി. ഓക്കെ, അടിപൊളി, താങ്ക് യു. വാലന്റൈൻസ് ഡേ ആണല്ലോ, ഫെബ്രുവരി 14. പ്രണയിച്ചിട്ടുണ്ടോ? ഇല്ല. ഇത് പ്രണയിച്ചിട്ടില്ല. പ്രണയിക്കണം തോന്നിയിട്ടുണ്ടോ? ഇല്ല. എവിടെയോ? ഉണ്ട്. നിലവിലുണ്ടോ? ഇല്ല. പ്രണയിച്ചിട്ടില്ല. ഇനി നോക്കാന്നല്ലേ. അപ്പൊ എന്താണ് വാലന്റൈൻസ് ഡേ ആയിട്ട് എന്ത് തോന്നുന്നു? വാലന്റൈൻസ് ഡേ ഇനി പ്രണയിക്കാൻ പറ്റിയ ദിവസമാണോ? ഇന്ന് തുടങ്ങണമെന്നില്ല. നാളെ ആയാലും തുടങ്ങാൻ കുഴപ്പമില്ലല്ലേ? ഓക്കെ. ഇവിടെയോ? ഇപ്പൊ തോന്നുന്നില്ല. പ്രണയം ചെയ്തു. അപ്പൊ ഇനി പ്രണയിക്കുന്നവരോട് എന്താ പറയാനുള്ള? അടിപൊളി. ഇവിടെയോ? എനിക്ക് ഇതിപ്പോ മാരേജുമായിട്ട് വെറുതെ ഒരു പ്രണയിച്ച് പോവാ, അങ്ങനെ അല്ലാണ്ട് കല്യാണത്തിലേക്ക് കടക്കുന്ന അങ്ങനത്തെ രീതിയിലുള്ള ഇതാണ് ഇഷ്ടം. ഓക്കെടാ, താങ്ക് യു. നിങ്ങൾ എവിടെ പഠിക്കുന്ന? ദേവേരി കോളേജ്. എല്ലാം ദേവഗിരിയാ? ഇന്നിപ്പോ എന്താണ്, വെറുതെ ഇറങ്ങുകയാണോ പുറത്തോട്ട്? സെലിബ്രേറ്റ് ഇറങ്ങിയാണ്. ശരി. അപ്പൊ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യേണ്ട വാലന്റൈൻസ് ഡേ ആയിട്ടായിരിക്കും അല്ലേ? അല്ല. ഓ, കൺഗ്രാറ്റ്സ്. എവിടെയാ ജോലി? അപ്പൊ ചെലവുണ്ട്. അപ്പം ചോദ്യം ഇത്രേ ഉള്ളൂ. ഇന്നിപ്പോ വാലന്റൈൻസ് ഡേ ആണ്. എന്താണ് പ്രണയത്തെ കുറിച്ചുള്ള അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമാണ്. പ്രണയിക്കണം, എല്ലാരും പ്രണയിക്കണം ഞങ്ങളുടെ അഭിപ്രായം അല്ലേ. കൂടുതൽ പ്രണയിച്ചൊക്കെ ചോദിച്ചു. എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട് അല്ലേ? ചോദിക്കട്ടെ, എന്താണ് അഭിപ്രായം? പ്രണയിച്ചിട്ടില്ല. അത് നമുക്ക് പെട്ടെന്ന് ശരിയാക്കി കൊടുക്കാം അല്ലേ? ഇവിടെ എന്താണ് ജോലി കിട്ടിയ ആൾക്ക് അഭിപ്രായം? എത്ര പ്രണയം ഉണ്ടായിരുന്നു? ഇവിടെ നിങ്ങളൊക്കെ സിംഗിൾസാ? പക്ഷെ പ്രണയത്തെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ലതാണോ? എന്നിട്ട് നിങ്ങൾ എന്താ ആരും പ്രണയിക്കാത്ത? ടൈമില്ല. ഓക്കെ. പഠിക്കുന്ന കൊച്ചുങ്ങളാണല്ലേ? അല്ല, ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്യാനല്ല, ഞങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ? ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ജോലി കിട്ടിയിട്ട് സൗകര്യമായില്ലേ? നല്ല സമയം ഉണ്ടാവല്ലോ. ഓക്കെ. അവിടെ ഒളിച്ചു നിൽക്കുന്ന ആൾക്ക് പ്രണയം ഉണ്ടെന്ന് തോന്നുന്നു. ചോദിച്ചോട്ടെ ഇവിടെ എന്താ? ഇല്ല. ശരി, ഓക്കെ, താങ്ക് യു സോ മച്ച്. പേരെങ്ങനെയാ? പേര് എന്താ ചെയ്യുന്നേ? എവിടെയാ? തൃശ്ശൂരാ? ഇന്നിപ്പോ വാലന്റൈൻസ് ഡേ ആണല്ലോ. എന്താ വാലന്റൈൻസ് ഡേ ആയിട്ട് അഭിപ്രായം? അല്ല, പ്രണയത്തെ കുറിച്ച് എന്താ അഭിപ്രായം? ഓ, നാളെ വരുന്നത് അപ്പത്തേക്ക്. പ്രണയമില്ല? അതെന്ത് പറ്റി? സിംഗിൾ ആണ്. ഇവിടെ പ്രണയമില്ല. അപ്പൊ എന്താ പ്രണയിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? ഓക്കെ, താങ്ക് യു. പേരെന്താ? ഹരി. അദീന. സച്ചിൻ. വളരെ സിമ്പിളാണ്. ഇന്നിപ്പോ വാലന്റൈൻസ് ഡേ ആണല്ലോ. പ്രണയത്തെ കുറിച്ച് എന്താ അഭിപ്രായം? പ്രണയത്തെ കുറിച്ച് വലിയ അഭിപ്രായമൊന്നുമില്ല. അല്ലേ? എന്നെ പ്രണയിച്ചിട്ടില്ലേ? പ്രണയിച്ചിട്ടില്ല ചോദിച്ചാൽ വെറുതെ എത്ര പേര് ഞാൻ ചോദിക്കുന്നില്ല. എത്ര പേരൊന്നുമില്ല. ഇല്ല, പേരുള്ള എണ്ണാൻ പറ്റുന്നുള്ളൂ. ആണല്ലേ? നിലവിൽ ഇപ്പൊ എത്ര പേരുണ്ട്? മഞ്ജു, ചിഞ്ചു, നല്ല അഭിപ്രായം. എന്നോട് മാത്രം ചോദിക്കില്ല. അല്ല, ഇത് കഴിഞ്ഞിട്ട് അടുത്ത് ഇവിടെ എന്താ എത്ര പ്രണയമുണ്ട്?
എത്ര ഉണ്ടായിരുന്നു? ഞാൻ LKG മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ശരി. ഇപ്പൊ ഏകദേശം എണ്ണം നോക്കിയിട്ടില്ല. നമ്മുടെ സ്കൂൾ കഴിയുമ്പോൾ കോളേജ് കഴിയുമ്പോൾ അങ്ങനെയാണല്ലോ. ഇപ്പൊ കോളേജ് കഴിഞ്ഞിരിക്കും. അപ്പൊ ഫ്രീ ആണ്. അപ്പൊ ഇനി പുതിയ നോക്കണം. പുതിയ ടെസ്റ്റിംഗ്. അപ്പൊ സ്റ്റുഡിയോ വരെ വന്നതാ. നന്നാവും. ഇന്നിപ്പോ വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ? അതെ. എന്തായാലും നല്ലൊരു 2 കിട്ടട്ടെ. ഇവിടെയോ? ഇല്ല, ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. അയ്യോ, ഇവര് ഇത്രയും 2 ആൾക്കാർ നടക്കുന്നുണ്ട്. എന്താ അഭിപ്രായം? നല്ലതാ. പക്ഷെ കുറച്ചുകൂടെ മെച്ചുവേർഡ് ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ അതൊന്നും കണ്ടുവരുന്നില്ല. കുറച്ചുകൂടെ മെച്ചുവേർഡ് റിലേഷൻഷിപ്സിനാണ് എനിക്ക് താല്പര്യം. അപ്പൊ അത് വെയിറ്റ് ചെയ്യാം. എങ്ങനെയാ? മുർഷിദ്. റമീസ്. എന്താ ചെയ്യുന്നേ? പഠിക്കുക. ഡിഗ്രി. എവിടെയാ? മലപ്പുറത്ത്. ഇന്നിപ്പോ വാലന്റൈൻസ് ഡേ ആണല്ലോ. പ്രണയത്തെ കുറിച്ച് എന്താ അഭിപ്രായം? നമ്മൾ പ്രണയിക്കാത്തോണ്ട് നമുക്കൊന്നും അറിയില്ല ഇതിനെ കുറിച്ച്. ഇതുവരെ ആരും പ്രണയിച്ചിട്ടില്ല? ഇല്ല. നമ്മൾ പ്രണയിക്കണ്ടേ? നമുക്ക് അത്ര ആള് വരണ്ടേ എന്നല്ലേ. ഇവിടെയോ? പ്രേമുണ്ട്. പ്രണയിച്ചിട്ടില്ല? ഉണ്ടോ? ഇപ്പൊ നല്ലൊരു പ്രണയത്തിലാണ്. അപ്പൊ ആരോട് എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും പറയില്ല. ഇത് തന്നെ കൂടെ ഉണ്ടാവണം എല്ലാ കാലവും. പ്രണയിക്കുന്നതാണോ അല്ലാത്തതാണോ സന്തോഷം? പ്രണയത്തിൽ ഏർപ്പെട്ടാല് അതാണ് നല്ലത് തോന്നുന്നു, അല്ലെങ്കിൽ എല്ലാം തോന്നുന്നു. ഓക്കെ, താങ്ക് യു. ഹലോ. അപ്പൊ പ്രണയിക്കുന്നവർ പ്രണയിക്കൂ, അല്ലാത്തവർ അതുവഴിക്ക് ഇങ്ങനെ പോകൂ. പ്രണയം സന്തോഷവും സങ്കടവും എല്ലാം ഉള്ള ഒരു പ്രത്യേകതരം ഫീലാണ്. അപ്പൊ നമ്മൾ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ, സീ യു. മറക്കണ്ട, സ്ഥിരം പറയുന്നവരെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.